വലൈക്കും അസ്സലാം. ആ ആ ആ പിന്നെ ഇപ്പോഴ് തിരക്കൊന്നുമില്ല. നിങ്ങളൊരു അരമണിക്കൂർ കൊണ്ട് എത്തിക്കോട്ടാ. ആ ആ ജിന്നിപ്പോൾ ഇപ്പോഴുണ്ട്, പേടി പോയിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ പോവും. വന്നോ നിങ്ങൾ. എന്നാൽ ശരി, ഇൻഷാ അല്ലാ. ആ ജിന്നുപ്പയുണ്ടോ? ആ ജിന്നുപ്പ ഉണ്ട്. നിങ്ങളെവിടുന്ന വരുന്നത്? തലശ്ശേരിയിൽ നിന്ന് വരുന്നതാ. നിങ്ങൾ വിളിച്ചിനാ? ആ വിളിച്ചു പറഞ്ഞല്ലോ നേരത്തെ. ഓ നിങ്ങളാ നേരത്തെ വിളിച്ചല്ലേ? ആ മണിക്കൂർ കൊണ്ട് വന്നോന്ന് പറഞ്ഞേ. ആ ഞാൻ പറഞ്ഞു അവിടെ നിൽക്കേ, ചോദിച്ചോക്കട്ടെ. ആ കേരിക്കോ കേട്ടാ, ഞാൻ പറഞ്ഞു കേരിക്കോ. അതെ, നിങ്ങൾ വരുമ്പോൾ ഒരു കരിങ്കോയിനെ കൊണ്ടുവരണം. കരിങ്കോയിനെ കൊണ്ടുവന്നിട്ട് അതിനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യണം, എന്നാലേ നടക്കൂ. അത് ഞാൻ പറയും, അന്നേരം വന്നാൽ മതി. ആ വന്നിട്ടുണ്ട്. പിന്നെ ആ പെണ്ണ് അങ്ങോട്ടേക്ക് വിളിക്കാം. ആ വാ, ഇങ്ങോട്ട് വന്നു. എന്താണ് ആ എന്താ പേര്? സ്വാലിഹ. എവിടുന്ന് വരുന്നത്? തലശ്ശേരി. തലശ്ശേരിയിലൊക്കെയാണ്. പാനൂര്. പാനൂരാണ് ഞാൻ വരുത്തുന്നുണ്ട് കേട്ടാ. പാനൂര് അവിടെ പള്ളീൻ്റെ അടുത്ത് ഒരു കടയിൽ കച്ചവടം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് വന്നേന്. എൻ്റെ വീടിൽ തന്നെ ചെയ്ത് ഇപ്പം അയാൾക്ക് നല്ല കച്ചവടം ഉണ്ട്. പാനൂര് വീട്ടു പേരെന്തായാലും റെയിൻബോ എന്താ പറഞ്ഞേ? നേരത്തെ ഫോൺ വിളിച്ചാലോ റെയിൻബോ ഹൗസ് എന്നാട്ടാ പറഞ്ഞു. റെയിൻബോ ഹൗസാ വീട്ടു പേര്? റെയിൻബോ ഹൗസ്. പാനൂര് പള്ളീൻ്റെ അടുത്തല്ലേ? അടുത്ത്. വീട്ടിൽ എത്ര ആളുണ്ട്? ഭർത്താവ് ഇപ്പൊ എന്താ വന്ന കാരണം എന്തേനും? വീടെടുക്കാൻ കുറെ പ്രയാസമുണ്ട്. പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ വേണ്ടി വീട്ടിൽ നിന്ന് വന്നതല്ലേ? ഞാൻ നോക്കട്ടെ. തെക്ക് വടക്ക് പടിഞ്ഞാറ്. ആ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടാ. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പൈസ ചിലവുള്ള പ്രശ്നമാണുള്ളത്. അത് തീർക്കണ്ടെങ്കിൽ അതിനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യണം. എന്നാൽ ഇങ്ങനത്തെ പെട്ടെന്ന് വീടെല്ലാം ആവും. ഒരു കൊല്ലം കൊണ്ട് എല്ലാം ആവും കേട്ടാ. ചെയ്യണ്ടേന്ന് പറഞ്ഞാൽ ഭർത്താവ് ഗൾഫ് എന്നല്ല പറഞ്ഞേ. അപ്പൊ നിങ്ങളെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും, എല്ലാം നടക്കും കേട്ടാ. ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കടലാസ് തരാം. ഇനി നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. ആ ഒരാഴ്ച വരെ നിങ്ങൾ വരുന്നവരെയുള്ള അതിന് ചെല്ലാണ്ടിയും പിടിക്കേണ്ടതുണ്ട്. അത് ഞാൻ ചെയ്യും. സാധാരണ നിങ്ങളോട് ചെല്ലാനാ പറയാ, നിങ്ങൾ ചെല്ലൂല. അവിടെ ഞാൻ ചെല്ലും. ചെല്ലുന്നതിന് 500 റുപ്യുണ്ട്. 500 തരണം. ചെയ്ത് ആരോടും പറയരുത് 500 തന്നീന്ന് കേട്ടാണ്. 500 ചെല്ലുന്നതിൻ്റെ തരണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് തരണം. വരുമ്പം കൊണ്ടുവരേണ്ടത് 25 കോഴിമുട്ട. അതിൽ 5 നാടൻ മുട്ട കൊണ്ടുവരുന്നുണ്ട്. 20 ലഗോ മുട്ട കേട്ടാ. 5 നാടൻ മുട്ട. പിന്നെ കരിങ്കോഴി 1. പൂന്ന പൂവൻ കോഴിയായിരിക്കണേ. പൂന്ന പൂവൻ. പിന്നെ വെത്തില, അടക്ക. പുകയില വേണ്ട. പുകയിലും കൂടി പറയുമ്പോൾ വിചാരിക്കും ചവക്കാനാണ്. ചവക്കാനല്ല, ഇത് കർമ്മം ചെയ്യാനുണ്ട് കേട്ടാ. ഇത്രയേ കൊണ്ടുവരുള്ളൂ. പിന്നെ 1100 റുപ്യയും കൊണ്ടുവരണം. 1100 റുപ്യ. ഈ
7 ദിവസം വരെ ഞാൻ ചെല്ലുന്നതിൻ്റെ 500 ഇപ്പം തരണോ എൻ്റെ ഫീസ് തരുമ്പോൾ തന്നെ കേട്ടാ. ഞാൻ പറഞ്ഞ കുറച്ച് പൈസ ചിലവുണ്ട്. അപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ട് വരിക, ഇതെല്ലാം കൊണ്ടുവരിക, എന്നിട്ടെല്ലാം ഞാൻ ചെയ്യും. ചെയ്തിട്ട് ബാക്കി 7 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോൾ പറയാം. അപ്പോഴത്തേക്ക് നിങ്ങളെ എല്ലാം പണിയെല്ലാം തുടങ്ങും. 40 ദിവസത്തിനുള്ളിൽ എല്ലാം റെഡിയാവും കേട്ടാ. പിന്നെ 1 കൊല്ലം കൊണ്ട് പുരയായി കൂടും. ഇത്രയാണ് ഉള്ളത് കേട്ടാ. പിന്നെ പൈസ ഞാൻ കൈ കൊണ്ട് വാങ്ങൂല, അവിടെ പെട്ടിയുണ്ട് പുറത്ത്, അതിലിട്ടോ കേട്ടാ. മറ്റേ 500 ഇന്നുണ്ടാ സ്ഥലത്ത് ഞാൻ ചെല്ലുന്നതിൻ്റെ 500 ഇന്നില്ലെങ്കിൽ ഇനി 1001 തരുമല്ലേ മറ്റേ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുമ്പോൾ. അപ്പുറം തന്നാൽ മതി. എൻ്റെ ഫീസ് അതിലിട്ടാൽ മതി. നിങ്ങൾ പണ്ടായിരത്തി എന്നാൽ ഇപ്പം പോട് കേട്ടാ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നു. ആ നിങ്ങളെ ഫോൺ നമ്പർ തന്നേ, നമ്പർ തന്നെ കേട്ടാ. 23 ആ ഓക്കെ. ഇത് ശരി, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. എന്നാൽ പോ നിങ്ങൾ കേട്ടാ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ. ഞാൻ ഇന്നാട്ടെ അടിച്ചു എന്തെല്ലാം കൊണ്ടുവന്ന് എപ്പം പറയുന്നത് എനിക്ക് അറിഞ്ഞൂടെ. മുട്ട 25 പറഞ്ഞു, 5 നാടൻ മുട്ടയാണ്. ഈ നാടൻ മുട്ടയിൽ തന്നു, 5 നാടൻ മുട്ടയൊക്കെ പറഞ്ഞു. പിന്നെ 20 മറ്റേ മുട്ട പോലെ പണിക്കാർ വരൂലേ നമുക്ക് അടുത്ത ആഴ്ച. അവർക്ക് മുട്ട കൂട്ടാൻ കൊടുക്കണ്ടെങ്കിൽ 20 മുട്ട വേണ്ടേ. 5-10 ആളില്ലേ. അപ്പോൾ ആ മുട്ടയും പറഞ്ഞു. വേറെന്താ വേണ്ടി പിന്നെ കോഴിയിറച്ചി എനിക്ക് എപ്പം കിട്ടുന്ന തന്നെയല്ലേ. ഒരാൾ വരുമ്പോൾ ഓരോ കോഴിക്ക് പറയുന്നതല്ലേ. അവർ പോയി പറഞ്ഞു കരികോയിനെ പറഞ്ഞു വലിയ പൂന്ന കോയിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ പൂന്ന കോയിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് അതിന് ബിരിയാണി ആക്കാം കേട്ടാ. എന്നാൽ ഞങ്ങൾ പോടി, ഇനി അടുത്ത ആഴ്ച വരും കാലത്ത്. വലൈക്കും സലാം. ആ വത്തോട്ട് വാ. ആ ഇരിക്കും. ആ എന്താ വന്നേ നിങ്ങൾ? കഴിഞ്ഞ വർഷം വന്നിന്. എന്തേലും പേര് പറഞ്ഞ നിങ്ങളെ? സുലൈമ. കഴിഞ്ഞ കൊല്ലത്തല്ലേ? കഴിഞ്ഞ കൊല്ലം വന്നത് കണക്കുണ്ടാവും എൻ്റെ അടുത്ത്. കഴിഞ്ഞ കൊല്ലം 2024 സുലൈമ. ആ ഉണ്ട്. നിങ്ങൾ വന്നത് നിങ്ങളെ വീട്ടിലെ പറമ്പിലെ വൃക്ഷങ്ങളിലൊന്നും ഒന്നും കായ്ക്കുന്നില്ല അല്ലേ, ഒന്നും ഉണ്ടാകുന്നില്ല അല്ലേ, എന്ത് നട്ടിട്ടും ഒന്നും ഉണ്ടാകുന്നില്ല എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നേ. എന്നിട്ട് ഞാനെന്താ നിങ്ങളോട് പറഞ്ഞതിന് 1 വർഷം കൊണ്ടെല്ലാം ശരിയാവും പറഞ്ഞില്ലേ? ആ അപ്പോ എന്നിട്ട് എന്താ ഉണ്ടായത്? ഇപ്പോ ഒരു ചക്കയും കുറെ ചക്കയും മാങ്ങയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പുറത്ത് വെച്ചിട്ടുണ്ട്. ആ അപ്പോ ചക്ക പുറത്തുണ്ടല്ലേ? ആടെ മുറ്റത്താ വെച്ചിന്. നോക്കട്ടെ ഞാൻ. ആ മാങ്ങയും ചക്കയും ഉണ്ട് അല്ലേ? മാങ്ങയും ചക്കയാണ് ഇപ്പം കൊണ്ടുവന്നത്. അത് രണ്ടോന്നും കഴിച്ചിരുന്നല്ലേ? തേങ്ങ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ആ തേങ്ങ ഉണ്ടായത് പിന്നെ കൊണ്ടുവന്നു കേട്ടാ. അപ്പോ എല്ലാം ശരിയാവും. നിങ്ങൾ കൊണ്ടുവന്നത് നല്ലൊരു കാര്യമാണ്, നല്ല വാക്ക് പാലിച്ചതോ. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാം സാധിച്ചു. അതുപോലെ ഇനിയും നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് അയച്ചോ കേട്ടാ, നിങ്ങൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ കേട്ടാ. എന്നാ പിന്നെ കൊടുക്കാം. ആ അതല്ലപ്പാ, അതൊന്നും കുഴപ്പമില്ല.
മോനെ ചെപ്പ് വേണം ആ എടീരി ആ എന്താ കൊണ്ടുവന്നെന്ന് അറിയാം കഴിഞ്ഞ പ്രാവശ്യം വന്ന പെണ്ണുങ്ങളാണ് അന്നേരം പറഞ്ഞിനി ചക്കയും മാങ്ങിയും തേങ്ങയിലുണ്ടായത് കൊണ്ടത്തരുമോ ഫസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എന്തെല്ലാം ആയിക്കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ചക്ക ഉണ്ടായി മാങ്ങയും ഉണ്ടായി കൊണ്ടുവന്നിട്ടുണ്ട് മുറ്റത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ആ അപ്പോൾ ഞാനിപ്പോൾ മറ്റേ സൈനുവിനെ വിളിക്കും ഇപ്പോൾ പൊട്ടിന് പൊട്ട് നമുക്ക് എല്ലിട്ട് വെക്കാലോ ചക്കന ആ അതെന്നാ പറഞ്ഞേ അപ്പം ഇനി ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി ആരുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്താ വേണ്ട ഇനി കിടത്തുന്നതിനുള്ള എന്തെങ്കിലും നോക്കി എന്താ ഉള്ളത് ഉമ്മാനോട് ചോദിച്ചിട്ട് വന്നിട്ടെ ഇത് പറയും ബ്രെഡും നേരിയല്ല അതെനിക്ക് പറയുന്നത് എഴുതി വെക്കാം ഞാൻ മറന്നു എന്നാലും വരില്ലേ പയ്യെ ഇപ്പൊ ഒരാൾ വന്നേലേ ഉള്ളൂ ആ നോക്കാം നീ പോയിട്ട് കളിച്ചോ ആ കോയിന അപ്പുറം ആടെ ആൾ നിൽക്കുന്നുണ്ട് ആടെ കൊടുത്തേ കേട്ടാ ആ മുട്ടയും കോയും അല്ലേ ആ വന്നു അതട്ടോ അപ്പോ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നതല്ലേ സാരിക അല്ലേ പാന് വരുന്നു അല്ലേ അപ്പോ കരിങ്കൊയ്യ തന്നെയല്ലേ കൊടുത്തേ കരിങ്കൊയ്യല്ലേ കൂന്നില്ലേ ആ കൂന്ന് തന്നെ പോകണം മൂത്ത കൊയ്യ തന്നെ പോകണം മുട്ടയുണ്ട് അപ്പോ ഇനി നിങ്ങള് ഇതിന്റെ കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യും തൽക്കാലം ഞാൻ നിങ്ങൾക്ക് പറമ്പിൽ നിങ്ങൾ വീടെടുക്കുന്നതാണ് പറമ്പിൽ ഇവിടെ കുഴിച്ചിടണം അതിൻ്റെ ഇതാണ് ഞാൻ ചെയ്തു തരാം നിങ്ങൾ കുറച്ച് 2 മിനിറ്റ് പുറത്തിരിക്കും ഞാൻ ഇത് ചെയ്തിട്ട് വിളിക്കും കേട്ടാ പുറത്തേക്ക് ഇത് ഇതിലെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ മന്ത്രവും ഇതിലുണ്ട് കേട്ടാ അപ്പോൾ അല്ലായി ഇത് ആ പറമ്പത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടണം കേട്ടാ അധികം ആയത്തിനൊന്നും വേണ്ട ഒരു ഇത്ര വരെ പോകും കുഴിച്ചിട്ടാൽ മതി അപ്പോൾ എല്ലാം ശരിയാവും വീടെല്ലാം ശരിയാവും പെട്ടെന്ന് എല്ലാം ഓക്കെ ആവും കേട്ടാ എന്നാൽ പോയി ഇനി നിങ്ങളെന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ടല്ലോ അതിന് വിളിച്ചാൽ മതി നിങ്ങളുടെ നമ്പർ ഇവിടെ ഉണ്ട് കേട്ടാ എന്നാൽ പിന്നെ പൈസ പണ്ടായിരത്തിലിട്ടെ കേട്ടാ 1000 രൂപ ഇട്ടോ കേട്ടാ ബാക്കിയെല്ലാം ചെയ്യാം എന്നാൽ ശരി ചെപ്പ് പാടാ പിന്നെ ഇതിപ്പോൾ നേരത്തെ മറ്റേ അയിത്താത്ത കൊണ്ടുവന്നേ കേട്ടാ ഇത് മുട്ടയുണ്ട് നമ്മൾക്ക് പണിക്കാരെല്ലാം വരൂലേ ഫ്രിഡ്ജിൽ വെച്ചോ കൂട്ടാനെല്ലാം വെക്കാം പിന്നെ നാടൻ മുട്ടയുണ്ട് ഇല്ലേ 5 നാടൻ മുട്ട എനിക്കാണ് പിന്നെ ഇതില്ലേ കോഴിയുണ്ട് അപ്പുറത്തെ സഞ്ചിയിൽ വെച്ചിട്ട് അവിടെ കൂട്ടിൽ അവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കോഴിനെ എന്താക്കണോ വയ്യ അറക്കണം അത് ഞാൻ അറുത്ത് തരും എന്നിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണ്ടേ നീ ഇതങ്ങ് കൊണ്ടുവച്ച അത് കൊണ്ടുവച്ച ഹലോ ഹലോ ആ ആ ഫോണ് ഞാൻ എടുക്കാൻ മറന്നുപോയല്ലോ ആ അപ്പോൾ ഞാൻ ഇന്ന് വിളിച്ചത് എന്താണെന്നറിയാം ഇന്ന് നമുക്ക് നല്ല കോളാണ് എന്ന് പറഞ്ഞാലേ അന്ന് പാഞ്ഞു വരുന്നതെന്ന് പറഞ്ഞ ആ പെണ്ണുങ്ങളില്ലേ ആ താത്ത ഇന്ന് വന്നിന് താത്ത ഇന്ന് നല്ല കരിക്കോയിനെ കൊണ്ടുവന്നിട്ടുണ്ട്
പിന്നെന്ന് പറഞ്ഞാലേ ഇതും കൊണ്ടുവന്നിട്ടുണ്ട് 10-25 മുട്ട 1000 ഉറുപ്പ്യ പണ്ടാര പൊട്ടിച്ച് കിട്ടും. അപ്പോൾ 1000 ഉറുപ്പ്യയും 2000 ഇട്ട് പൈസ എല്ലാം ഉണ്ട്. അപ്പം ഇന്ന് നല്ല കോളാണ്. നീ വൈകുന്നേരം വാ, നമുക്കിന്ന് ചിക്കൻ ബിരിയാണിയും പിന്നെ ഇതെല്ലാം ആക്കാം, നമുക്ക് അടിപൊളിയാക്കാം. വേറെ എന്തെല്ലാം ഇനി മറ്റന്നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു പിന്നെ വേറെ പുതുറമ്പൊന്നും അങ്ങനെ തന്നെ വേറെ ഒരാൾ വരാനുണ്ട്. അത് ചെറിയ ഒരു ആട്ടിൻകുട്ടിനെയാന്ന് പറഞ്ഞു, കറുത്ത ആട്ടിന. അത് വരും. അത് ആട്ടിനെ പിന്നെ നമ്മൾ ഇന്ന് ശരിയാക്കൂലല്ലോ, അത് പീടിയക്കാരന് കൊടുക്കാല, പൈസ കിട്ടുമല്ലോ. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പൊ നിങ്ങളുടെ പണി ഇതാണല്ലേ? അല്ല, നിങ്ങളെ പോയിട്ടില്ല, എന്തിനാ വന്നേ നിങ്ങള്? എന്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട്. അല്ല, വേറെന്നാ അതിനൊന്നാണ് നിങ്ങൾ നമ്മളോട് ഇതൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പും കളിച്ചിട്ട് മറ്റൊരാൾ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വിളിക്കുന്നല്ലേ നിങ്ങൾ കേട്ടിന്? കേട്ടണം. എന്തായാലും നിങ്ങളുടെ വീട് നമ്മൾ പൂട്ടിക്കും. എന്റെ പങ്കാളി നിങ്ങൾ പോട്, ഞാൻ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ വീടെല്ലാം ആവും എല്ലാം ഞാൻ പറഞ്ഞില്ലേ. പറ്റിക്കാൻ പാടില്ല. അത് അനക്കോരോൾ തീർന്നതല്ലേ ജീവിക്കണ്ടേ. അല്ല, ഞാൻ നിങ്ങളോട് കോയിനെ കൊണ്ടുവരണം എന്നല്ല പറഞ്ഞുള്ളൂ. ആടെ നിങ്ങളോടെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ വേറെ ആളോടല്ലേ. എന്റെ പങ്കാളെ നിങ്ങൾ കുഴപ്പാക്കണ്ട, നിങ്ങൾ ഈ പൈസ കൊടുത്തു പ്രശ്നമാക്കണ്ട. നിങ്ങൾ ആരും കൂട്ടി വരുമൊന്നും വേണ്ട, നിങ്ങൾ കൂടും. സോറി, ഇങ്ങനെ ഇല്ല, ഞാൻ ഇല്ല, ഇനിയൊന്നുമില്ല. നമ്മളിനി അധ്വാനിച്ച് ജീവിക്കും, ഇതൊന്നും ഇല്ല. കൊടു ഇവനെ ഇതെല്ലാം പ്രശ്നമായോടോ. ആ പെണ്ണുങ്ങൾ ഇപ്പം വന്ന് താത്തയില്ല, ഫോണ് വെച്ച് മറന്നു പോയില്ല. ഇപ്പം ഫോണ് വെച്ച് മറന്നു പോയിട്ട് ഇപ്പം ഞാൻ പറയുന്നതെല്ലാം കേട്ട് ഇവിടെ വന്നിട്ട് ഫോൺ എടുത്തിട്ട് പോകുമ്പോൾ എല്ലാം കേട്ടിട്ട് ഇപ്പം കുഴപ്പാക്കിയിട്ട് ആളെല്ലാം കൂട്ടി വരുമെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ സോറിയെല്ലാം പറഞ്ഞ് ഇവിടെയുള്ള കുറച്ച് പൈസയെല്ലാം കൊടുത്തിട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാം. ഇനി ഇവിടെ പറ്റിക്കലൊന്നും നടക്കൂല. അതാണ് പറഞ്ഞത്. എന്തെങ്കിലും കുഴപ്പത്തിനൊന്നും കഴിയൂല കേട്ടാ. അതുകൊണ്ട് ഈ ആഴ്ച തന്നെ നമുക്ക് സ്ഥലം വാങ്ങണം. ഓക്കെ ശരിയാ.